السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل سيروا في الأرض فانظروا كيف كان عاقبة الذين من قبل كان أكثرهم مشركين فأقم وجهك للدين القيم من قبل أن يأتي يوم لا مرد له من قبل أن يأتي يوم لا مرد له من الله يومئذ يصدعون من كفر فعليه كفره ومن عمل صالحا فلأنفسهم يمهدون ليجزي الذين آمنوا وعملوا الصالحات من فضله إنه لا يحب الكافرين. പൊതുവായി മനുഷ്യന് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഈ ആയത്തുകളിലുള്ളത്. കഴിഞ്ഞ ആയത്ത് പറഞ്ഞത് നാശം കടലിലും കരയിലും നാശമുണ്ടായി എന്നാണ്. ഹദീസുകളിൽ കാണാം, ഏത് സമൂഹത്തിലും തിന്മ വ്യാപിച്ചാൽ ആ സമൂഹത്തിൽ മൊത്തം ജീവിതത്തിൽ ജനങ്ങൾക്ക് ദുസ്സഹമായ ജീവിതം വരും, നാശങ്ങൾ വരും എന്ന് സഹിയായ ധാരാളം ഹദീസുകളിൽ തബ്രാനി ഉദ്ധരിച്ച ഒരു ഹദീസ് ഇദാ ലഹറസിന വറിബ ഫീ ഖറിയത്തിൻ ഫഖദ് അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹ്. ഒരു ഗ്രാമത്തിൽ ഗ്രാമം ഖറിയ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൽ എന്നുള്ള അർത്ഥം. മനുഷ്യവാസമുള്ള ഏതൊരു പ്രദേശത്തും ഒരു പ്രദേശത്ത് വ്യഭിചാരവും പലിശയും വർദ്ധിച്ചാൽ, അത് പ്രത്യക്ഷപ്പെട്ടാൽ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഹലാലാക്കി വെച്ചു. അതിന് അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്പോഴും വരുന്നതിന് വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല. വ്യഭിചാരവും പലിശയും സബുൽ മൂബിഖാത്തിൽപ്പെട്ട വലിയ തെറ്റുകളാണല്ലോ. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഹംസുൻ യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിറുകളെ എന്ന് വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി ഒരിക്കൽ മുഹാജിറുകളെ മാത്രം വിളിച്ചു. എന്തായിരുന്നു നബി അങ്ങനെ വിളിക്കാൻ കാരണം? ഒരുപക്ഷെ മുഹാജിറുകളിൽ ഉണ്ടായ ചില സ്വഭാവ ദൂഷ്യങ്ങളാണോ, അതല്ല അവരെ മാത്രം പ്രത്യേകം വിളിച്ചുകൂട്ടി എന്തുകൊണ്ട് യാ മഅ്ശറൽ മുഹാജിരീൻ എന്ന് പറഞ്ഞു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നബി എന്നിട്ട് അവരോട് പറഞ്ഞു, ഹംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, വ അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അത് നിങ്ങളിൽ ഉണ്ടാവുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അതായത് നിങ്ങൾക്കത് ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, 5 കാര്യം. ലം തൽഹറിൽ, ആ 5 കാര്യം എന്നിട്ട് പറയാണ്, ലം തൽഹർ അൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാഅ്. ഒരു സമൂഹത്തിൽ ദുർവൃത്തി, ഫാഹിഷത്ത് എന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകമായും മൊത്തം അർത്ഥം ദുർവൃത്തി എന്നാണെങ്കിലും ഇവിടെ വ്യഭിചാരം എന്നാണ് ഫാഹിഷത്ത്. അപ്പോൾ വ്യഭിചാരം ഒരു സമൂഹത്തിൽ, ഏതൊരു സമൂഹത്തിൽ കൂടുതൽ കണ്ടുവോ അവർക്ക് അല്ലാഹു തആല മാരകമായ രോഗങ്ങളും വേദനകളും കൊണ്ട് അവരെ പരീക്ഷിക്കും. താഴൂൻ എന്ന് പറഞ്ഞാൽ
പഴയകാലത്ത് തൽമത്തട്ടി എന്നൊക്കെ പറയുന്ന രോഗമാണ്. എല്ലാവിധ പിന്നെ മനുഷ്യനെ മൊത്തം നശിപ്പിക്കുന്ന മഹാരോഗങ്ങൾക്കാണ് താഊന്, ഔജാഴ് എന്നൊക്കെ പറയാം. പണ്ടുകാലത്ത് കണ്ടിട്ടില്ലാത്തതാണ്. അല്ലത്തി ലം തക്കുൻ മലത്ത് ഫി അസ്ലാഫിഹിം അല്ലദീന മലോ, കഴിഞ്ഞകാല സമൂഹത്തിൽ കണ്ടിട്ടില്ലാത്ത, പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത പല മഹാരോഗങ്ങളും വ്യഭിചാരവും അതുപോലെ മറ്റു ദുർവൃത്തികളും ജനങ്ങളിൽ വ്യാപിച്ചാൽ ഉണ്ടാകും. പിന്നെ വലം യങ്കുസു അൽ മിക്കിയാല വൽ മീസാന, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക അഥവാ വ്യാപാര വിനിമയ രംഗത്ത് കൃത്രിമം കാണിച്ചാൽ ഇല്ലാ ഉഹിദൂ ബിസ്സിനീന വ ശിദ്ദത്തിൽ മുഊന, അധിക ചെലവ് അതുപോലെ വലിയ ക്ഷാമങ്ങൾ ഇതൊക്കെ വരും എന്നാണ്. ഒ ജൗറു സുൽത്താനി അലൈഹിം, ഭരണാധികാരികളുടെ അക്രമങ്ങളും അധിക ചെലവുകളും ക്ഷാമങ്ങളും കൂടി വരും ഈ ഒരു തെറ്റ് ഉണ്ടായാൽ. അതായത് വ്യാപാര വിനിമയ രംഗത്ത് ചുരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യന്മാർ നടത്തുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പിന്നെ വലൗലൽ ബഹായിം വലം യംനഉ സകാത്ത അംവാലിഹിം, സകാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ്സമായി, ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ തടയപ്പെടാതിരിക്കുകയില്ല. എന്നാലോ വലൗലൽ ബഹായിമു ലം യുംതറു, അവർക്ക് മഴ കിട്ടുന്നത് തന്നെ കാലി മൃഗങ്ങളുണ്ടായത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മഴ തന്നെ കൊടുക്കൂല. അപ്പോൾ ഈ ചില മഴയൊക്കെ കണ്ടാൽ നമുക്ക് വെള്ളം ഉണ്ടാകാനുള്ളതല്ല, പുല്ല് മുളക്കാനുള്ള. പുല്ല് മുളക്കേണ്ടത് മൃഗങ്ങൾക്കാണുള്ള. നമുക്ക് പലപ്പോഴും പല മഴയും പെയ്യുന്നത് ഒരു തുള്ളി വെള്ളം നമ്മളെ കിണറ്റിലും പുഴയിലും ഉണ്ടാവില്ല, പക്ഷേ മഴ ഇങ്ങനെ പെയ്യും ചെയ്യും. പുല്ല് മുളക്കും, കാലികൾക്ക് പടച്ചവും കൊടുക്കും. നമുക്ക് വെള്ളം തരാത്ത അവസ്ഥകളൊക്കെ ഒരു ക്ഷാമം വരാറുണ്ടല്ലോ മഴക്കാലത്ത് പോലും. അതൊക്കെ നമുക്കിങ്ങനെ. അതുപോലെ കൃത്രിമം, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ പരിമിതമായ കച്ചവട രംഗത്ത് അവർ ചെയ്യുന്ന കൃത്രിമം അതേ ഉള്ളൂ. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം മിക്കിയാലും മീസാനിലാണ്. ഇന്ന് വ്യാപാര വ്യവസായ രംഗത്ത് മൊത്തം വ്യാജമായ വസ്തുക്കൾ, അതുപോലെ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള മൊത്തം കൃത്രിമമാണ്. ഈ കൃത്രിമങ്ങൾ ഉണ്ടായാൽ അവർക്ക് അതിൻ്റെ ശിക്ഷയായിട്ട് അല്ലാഹു തആല കൊടുക്കുന്ന അധിക ചെലവ്, അനാവശ്യമായ ചെലവുകൾ, അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അക്രമം, അതൊക്കെ ഇന്ന് നമ്മൾ എല്ലാ നിലക്കും കാണാറുള്ളൂ. ഭരണത്തിൽ കയറിയാൽ പിന്നെ പാവങ്ങളുടെ സമ്പത്ത് പല കൈക്കൂലിയായിട്ടും മറ്റു പല അധിക ചെലവുകളായിട്ടും മനുഷ്യനിൽ നിന്ന് ഈടാക്കുകയാണ് ഇന്ന് കാണുന്നത്. അതുപോലെ ഒരു ചികിത്സാ ചെലവ്, ഇതൊക്കെ സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണാധികാരികളുടെ അക്രമം എന്നൊക്കെ പറയുന്നത് അതായിരിക്കും. അതുപോലെ ക്ഷാമം, പല വസ്തുക്കൾക്കും ക്ഷാമം, എന്നിട്ട് എവിടെന്നെങ്കിലൊക്കെ നമ്മൾ കയറ്റിക്കൊണ്ടുവന്ന് ഏറിയ വില കൊടുക്കേണ്ട അവസ്ഥ. പിന്നെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മഴ കിട്ടുകയില്ല. ഇനി കിട്ടുന്ന മഴ തന്നെ ബഹായിമുകളെ കൊണ്ട്, ആടുമാടുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു അത് പെയ്യിപ്പിക്കുന്നത്. മനുഷ്യന്മാർക്ക് വേണ്ടി അവരുടെ കൃഷി ആവശ്യത്തിനും അവരുടെ ജീവിതാവശ്യത്തിനുമുള്ള മഴ കിട്ടുന്നില്ല. പിന്നെ വലം യൻഖുദു അഹ്ദല്ലാഹി വ അഹ്ദ റസൂലി, അള്ളാഹുവിനോടുള്ള കരാറും റസൂലിനോടുള്ള കരാറും ഒരാളും ലംഘിക്കുന്നില്ല. ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം, അവരല്ലാത്ത സമൂഹത്തിൽ നിന്ന് അവർക്കെതിരിൽ ശത്രുക്കളെ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ ജാതി കാര്യങ്ങൾ ചെയ്താൽ, അതായത് അള്ളാഹുവിനോടുള്ള കരാറ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് കരാറ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്നതിന് ഞാനാണ് സാക്ഷി, ഞാൻ അതിനനുസരിച്ചേ നിൽക്കുള്ളൂ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഈ രണ്ട് കരാറും ലംഘിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു തആല ആ സമൂഹത്തിൽ ശത്രുവിനെ ഏർപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഫഅഖദു ബഅള മാ ഫീ ഐദീഹിം, അവരുടെ കയ്യിലുള്ളവരെല്ലാം ശത്രുക്കൾ പിടിച്ചു വാങ്ങിക്കൊണ്ടു പോകും. ഒമാലം, അഞ്ചാമത്തത് ഒമാലം തഹക്കും അഇമ്മത്തുഹും
ബി കിതാബില്ല, സമുദായ നേതാക്കന്മാർ അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് വിധി നടത്തിയിട്ടില്ലെങ്കിൽ വയതഖയ്യറു മിമ്മ അൻസലല്ലാ, അള്ളാഹു തആല ഇറക്കിത്തന്ന കാര്യം ഖൈറാണ് എന്ന രൂപത്തിൽ അത് ഖൈറായി അംഗീകരിച്ചുകൊണ്ട് അവർ വിധി നടത്താത്ത കാലത്തോളം ഇല്ലാ ജഅലല്ലാഹു ബഅ്സഹും ശദീദ, അവർക്കിടയിൽ മഹാ ഭിന്നിപ്പുകളുണ്ടാക്കി അക്രമങ്ങളുണ്ടാക്കും അവർ. ഇതും തബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. സഹിയായ ഹദീസായിട്ട് ഗണിക്കപ്പെടുന്ന മറ്റു കുറ്റങ്ങളൊന്നുമില്ലാത്ത ഹദീസാണ്. ഇബ്നു മാജ, ബസ്സാർ, ബൈഹഖി ഒക്കെ അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിച്ച ഈ 5 കാര്യം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തിൽ ധാരാളമായി കാണുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് അള്ളാഹു നൽകുന്ന ശിക്ഷകളും സമൂഹത്തിൽ കൃത്യമായി കാണുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ, മറ്റുള്ളവരുടെ അല്ല. സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വാസികളാണല്ലോ. അപ്പോൾ വിശ്വാസികൾക്കിടയിലാണ് മുഹാജിറുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഈ 5 കാര്യങ്ങൾ. ഇനി ഇബ്നു മാജ മറ്റൊരു ഹദീസിൽ കാണാം, ല യശ്റബന്നാസു നാസും മിൻ ഉമ്മത്തി അൽ ഖംറ, എൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ മദ്യപിക്കും, ഖംറ് കുടിക്കും, കള്ള് കുടിക്കും. വയസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ, ആ പേരല്ലാതെ വേറെ പേര് അതിന് നൽകും. കള്ള് എന്ന് പറയില്ല, പക്ഷേ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അവർ ഉപയോഗിക്കും, വേറെ പേരിൽ അവർ മദ്യപിക്കും. എന്നിട്ട് സമൂഹത്തിൽ തെറ്റുണ്ടാവും. യുറഫു അലാ റുഊസിഹിം ബിൽ മആസിഫ്, യുഅസഫു അലാ റുഊസിഹിം ബിൽ മആസിഫി വൽ മുഗന്നിയാത്ത്, അവരുടെ തലക്കുമീതെ മആസിഫുകൾ, അതായത് മ്യൂസിക്കുകളും പാട്ടുപാടുന്ന പെണ്ണുങ്ങളും അവിടെ വർദ്ധിക്കും ആ സമൂഹത്തിൽ. അപ്പം അതൊക്കെ ഇപ്പോൾ വളരെ മതത്തിൻ്റെ പേരിൽ പോലും ദീനിൻ്റെ പേരിലൊക്കെ തന്നെ പാട്ടും പാടി കൊട്ടിച്ചിരിച്ച് മ്യൂസിക്കുകളൊക്കെ വളരെ അപകടകരമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥയുണ്ട്. യഖ്സിഫുല്ലാഹു ബിഹിമുൽ അർള, അവരെ കൊണ്ട് അല്ലാഹു തആല ഭൂമി താഴ്ത്തിക്കളയും. വയജാലു മിൻഹും അൽ ഖിറദത വൽ ഖനാസിർ, അവരിൽ നിന്ന് അല്ലാഹു തആല പന്നികളെയും കുരങ്ങുകളെയും ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അവരെ രൂപം മാറ്റി എന്നത് ബനൂ ഇസ്രായേൽക്കാരുടെ കാലത്തുണ്ടായതാണ്. അതല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്വഭാവങ്ങളാക്കി അവരെ മാറ്റും എന്നുമാവാം. ഏതായിരുന്നാലും ശരിക്ക് ഹദീസുകളൊക്കെ വെച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പറഞ്ഞ തെറ്റുകളും ഉണ്ട് സമൂഹത്തിൽ. ഈ പറഞ്ഞ ഒരു തരം ഒരു മൃഗീയമായ അവസ്ഥകൾ സമൂഹത്തിൽ കാണുന്നുണ്ട് എല്ലായിടത്തും. അതുപോലെയുള്ള ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ, ദാറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി എന്ന വിഷയത്തിൽ ഹദീസുകളിൽ കാണാൻ മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് പൊതുവെ കടലിലും കരയിലും ഫസാദ് പ്രകടമായി, ലാഹിറായി എന്ന് പറഞ്ഞാൽ പ്രകടമായി. എന്ത് കാരണത്താൽ? ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ കൈകൾ ചെയ്ത തെറ്റിൻ്റെ കാരണത്താൽ, നമ്മൾ ചെയ്ത കാരണത്താൽ. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ ആ ദുരന്തം അവർക്ക് തന്നെ ആസ്വദിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റാഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തന്നെ തോന്നണം. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി, തിരിച്ചു വരാൻ വേണ്ടി അവരെ തന്നെ ദുനിയാവിൽ നിന്ന് ആസ്വദിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവരെ അനുഭവിപ്പിക്കും. ഇവിടെ അദാക്ക എന്ന് പറഞ്ഞാൽ അനുഭവിപ്പിച്ചു. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ദുരന്തങ്ങൾ, ഇപ്പോൾ വലിയ അതിശക്തമായ വിലക്കയറ്റം, അതുപോലെ തന്നെ വഞ്ചന, ചതി, ഒരു നല്ല ഭക്ഷണം, മര്യാദയ്ക്ക് മായം കലരാത്ത ഭക്ഷണം കിട്ടാതിരിക്കുക, ഭരണാധികാരികളിൽ നിന്നുള്ള അക്രമം എന്ന് തുടങ്ങിയിട്ടുള്ള, അതുപോലെ മാരകമായ വിത്തും പേരുമില്ലാത്ത ഒരുപാട് പണ്ടുകാലത്ത് അറിയപ്പെടാത്ത മഹാരോഗങ്ങൾ, ഇതൊക്കെ സമൂഹത്തിൽ വളരുന്നുണ്ട്, പടർന്നു പിടിച്ച് മനുഷ്യനതിനെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ അധിക ചെലവുകൾ, എന്തിനും അധിക ചെലവുകൾ. അപ്പോൾ ഇതൊക്കെ അല്ലാഹു തആല ഒരുതരം ശിക്ഷ പോലെ തരുന്നത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ ആയത്ത്. അടുത്തത്, എന്നിട്ട് അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ചുറ്റുഭാഗത്ത് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന അടുത്ത ആയത്തിൽ, ഖുൽ സീറൂ ഫിൽ അർള്, ഖുൽ പറയുക നബിയെ, സീറൂ ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക. സാറ യസീറു എന്ന് പറഞ്ഞാൽ
സഞ്ചരിച്ചു എന്ന്. അതിൽ നിന്നാണ് സീറു, യസീറു എന്നതിൽ നിന്നാണ് സിർ. സിർ സീറ സീറു. സിർ എന്ന് പറഞ്ഞാൽ നീ സഞ്ചരിക്ക്. സീറ എന്ന് പറഞ്ഞാൽ രണ്ടാൾ, നിങ്ങൾ രണ്ടുപേരും സഞ്ചരിച്ചു നോക്കുക. സീറു നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിനോട് മൊത്തം, അതാണ് ബഹുവചനമാണ്. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കുക. ഇതിൽ നിന്നാണ് സീറ എന്ന് പറയുന്നൊരു ചരിത്രം എന്ന് പറയുമ്പോൾ സീറ പറയാം. നബിയുടെ സീറ എന്ന് പറഞ്ഞാൽ നബിയുടെ ചരിത്രം. അത് നമ്മളവിടെ പോയി നോക്കിയിട്ടില്ലെങ്കിലും അതിങ്ങനെ വായിച്ചാൽ പ്രവാചക ജീവിതത്തിൽ കൂടി നടന്നു പോകുന്ന പോലെ, സഞ്ചരിക്കുന്ന പോലെ തോന്നും. അതുപോലെ ഓരോ സമൂഹത്തിൻ്റെയും സീറ എന്ന് പറയുന്നത് അവരുടെ ചരിത്രമാണ്. അതായത് അവരുടെ ചരിത്ര സഞ്ചാരം. സീറൂ ഫിൽ അർളി ഫൻളുറു, എന്നിട്ട് നോക്കുക. എന്ത്? കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബൽ. കൈഫ കാന എങ്ങനെയായിരുന്നു ഉണ്ടായത്, ആഖിബത്തുല്ലദീന മിൻ ഖബൽ മുമ്പ് കഴിഞ്ഞു പോയവരുടെ പരിണിതി. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ ഭവിഷ്യത്ത്, അല്ലെങ്കിൽ അവരുടെ പരിണിതി എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നാട്ടിലൊക്കെ ഒന്ന് നടന്നു നോക്കിക്കാളീൻ, ഒന്ന് കണ്ടുവരീൻ എന്നർത്ഥം. അപ്പോൾ സമൂഹം തെറ്റ് ചെയ്ത സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ആ ദുരന്ത കാര്യങ്ങൾ ചരിത്രത്തിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നേരിട്ട് സഞ്ചരിച്ച് കണ്ട് മനസ്സിലാക്കുക. ഖുൽ സീറൂ ഫിൽ അർളി. അപ്പോൾ ചരിത്രം വായിച്ചു നോക്കിയാലും നമുക്കത് ബോധ്യപ്പെടും. തിന്മ ചെയ്ത മനുഷ്യന്മാരൊക്കെ അല്ലാഹു തആലയുടെ അദാബിന് വിധേയരായി നശിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലത്തെ. അതുപോലെ നമ്മൾക്കും തിന്മയിൽ മുഴുകിക്കഴിഞ്ഞാൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഫസാദ്, നാശമുണ്ടാകും. പിന്നെ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബൽ, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നു. അള്ളാഹുവിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അംഗീകരിക്കാതെ അള്ളാഹു അല്ലാതെ മറ്റു പലരും ഞങ്ങളെ സഹായിക്കാനുണ്ട്, രക്ഷിക്കാനുണ്ടെന്ന വിശ്വാസത്തിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുകയും സഹായം വർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു അവരധിക പേരും. അവരുടെയൊക്കെ പരിണിതി എന്തായി? ആരെങ്കിലും അവരെ സഹായിക്കാനുണ്ടായോ? അള്ള കയ്യോ കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും അവരെ സഹായിക്കാനുണ്ടായോ? ഒക്കെ നിങ്ങളൊന്ന് സീറ നോക്കുക എന്ന് പറഞ്ഞാൽ നടന്ന് നോക്കുക ഭൂമിയിൽ. അതല്ലെങ്കിലോ സീറ വായിച്ചെങ്കിലും മനസ്സിലാക്കുക എന്നാണ്. ആ ഫസാദ്, സമൂഹത്തിൽ ഫസാദ് ഉണ്ടാവേണ്ട കാരണം അല്ലാഹു തആല ഒന്നുകൂടി ആ ഫസാദ് ഉണ്ടായതിൻ്റെ ആ അവസ്ഥ നിങ്ങളൊന്ന് വായിച്ച് പഠിച്ച് സീറകളിൽ കൂടി ചരിത്രാന്വേഷണം നടത്തുക, ഭൂമിയിൽ നടന്നു നോക്കുക എന്നൊക്കെയാണ് ഈ കൽപ്പനയിൽ കൂടി അള്ളാഹു പറയുന്നത്. എന്നിട്ട് ആളുണ്ട്, ശരിയല്ലാണ്. ഇപ്പം മുൻകഴിഞ്ഞ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം പരിശോധിക്കുക, അവരൊക്കെ ഈ ജാതി കാര്യങ്ങൾ ചരിത്രാന്വേഷണം നടത്തിയിരുന്നു എന്നല്ല. ഒരുപക്ഷെ നമ്മളിപ്പോൾ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ, മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ ഈ ജാതി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിച്ച് കാര്യം ഉൾക്കൊള്ളാൻ പോവുകയാണെങ്കിൽ അതൊരു പുണ്യം തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സീറൂ ഫിൽ അർളി എന്നാണ്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ച് നോക്കുക എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഒരു കൽപ്പനയാണ്, ടൂറ് പോവുക എന്നുള്ളതല്ല. എന്തിന്? ഫൻളുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, മുക്കദ്ദിബീങ്ങളുടെ പരിണിതി എന്തായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി പോവുക എന്നുള്ള ചരിത്രാന്വേഷണത്തിനും പഠനത്തിനും വേണ്ടി സഞ്ചരിക്കുന്നത് പുണ്യം തന്നെയാണ് എന്നാണ് മുഫസ്സിറുകളും മുഹദ്ദിസുകളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് പ്രോത്സാഹിപ്പിക്കാത്തത് എന്താ? അത് അവരുടെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്തുകൂടി പെട്ടെന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആ ഭാഗം കാണണ്ടെന്നല്ല, അതിൽ കൂടി പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു പക്ഷേ ഒരു വലിയ സഞ്ചാരം ഹിജാസിൽ നിന്ന് മൂപ്പർ പുറത്ത് പോയിട്ടില്ല, അത്ര വലിയൊരു ദീർഘസഞ്ചാരം നബി നടത്തിയിട്ടില്ല. തബൂക്കിൽ കൂടി പോകുമ്പോൾ നിങ്ങൾ അവിടെ സഞ്ചരിക്കരുത് എന്നുള്ള ദീന് എതിരായിട്ടല്ല പറഞ്ഞത്. ലാ തദ്ഖുലൂ മസാകിനല്ലദീന ളലമു ഇല്ലാ അൻ തകൂനു ബാക്കീന അൻ തുസീബക്കും
ലൂത്ത് കയറി അവിടെ അവിടെ നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ ബഹ്റു ലൂത്ത്, അതായത് ചാവുകടലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കുളിച്ച് മറിഞ്ഞ് അവിടെ ആസ്വദിച്ച് അവിടുത്തെ ഒരു ടൂറിസ്റ്റുകളായിട്ട് അവിടെ പോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തെ അതിന് കൽപ്പിക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് കാണേണ്ടതില്ല. അതൊരു ഉല്ലാസ കേന്ദ്രമാക്കി നമ്മൾ കാണരുത്. അതാണ് ഇല്ലാത്തത് ഹുലു മസാജ്. നബി അവിടെ അതിൽ കൂടി പെട്ടെന്ന് ഓടാനാ പറഞ്ഞത്, കാണണ്ട എന്നുള്ളതല്ല. ഓടാൻ പറഞ്ഞത് എന്തിനാ? അതുപോലെ വാദി മുഹസറിലും പെട്ടെന്ന് ഓടാറുണ്ട് ആളുകൾ. അതായത് മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിൽ അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യത്തെ അള്ളാഹു താല ശിക്ഷ ഇറക്കി കൊടുത്ത സ്ഥലത്ത് കൂടി. അതായത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മദ്യഷാപ്പ്, ഒരു ഉദാഹരണത്തിന് കള്ള് ഷാപ്പ്, അവിടെ നല്ല സൗകര്യവും പാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇരുന്ന് ആസ്വദിക്കാൻ പാടില്ല. അത് പഠിച്ചോന് ഇഷ്ടപ്പെടാത്ത സ്ഥലമാണ്. അതുപോലെ ഇപ്പോൾ ഒരു ഷോ നടത്തുന്ന അല്ലെങ്കിൽ ബാർ നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകളിലൊക്കെ പോയി ഇരുന്ന് സമയം അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുന്നത് പോലും അനുവദിക്കുന്നില്ല. ആ അർത്ഥേ അതിനുള്ളൂ. അല്ലാതെ സീറൂഫിൽ അർളി എന്നതിന് എതിരെ ഏതായാലും ആവുമല്ലോ അത്തരം സംഭവങ്ങളൊക്കെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര വലിയൊരു ചരിത്രാന്വേഷണവും തേടി പോയി കാണുന്നില്ല. നബി എന്നാൽ ഖുർആനിൽ കൂടി ഇവർക്കിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഫലം പിന്നെ സൂറത്തു ഹജ്ജിലുണ്ടല്ലോ, ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ അഫലം യസീറൂ ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ. അവർ സഞ്ചരിച്ച് നോക്കിയിട്ടില്ലേ നാട്ടിലൊക്കെ? അവർക്ക് എന്നിട്ട് മനസ്സിലാക്കാനുള്ള ഹൃദയമില്ലേ? കാണാനുള്ള കണ്ണുണ്ടായിട്ടില്ലേ? കേൾക്കാനുള്ള കാതുണ്ടായിട്ടില്ലേ? അവരെ കണ്ണിനല്ല ദോഷം, മനസ്സിനാണ് ദോഷം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അതാണ്. ഇനി ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, നമുക്ക് ഉള്ള കാര്യം, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഫഅഖിം വജ്ഹക, നിന്റെ മുഖത്തെ നീ നേർക്കുനേരെ നിർത്തുക. ലിദ്ദീനിൽ ഖയ്യിം, വളരെ കൃത്യമായ ആ മരത്തിലേക്ക്. ഖയ്യിം എന്ന് പറഞ്ഞാൽ പ്രബലമായ, യാതൊരു വക്രതയില്ലാതെ നിലനിൽക്കുന്ന ആ മതത്തിലേക്ക് നിന്റെ മുഖത്തെ നീ കൃത്യമായി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളഞ്ഞും തിരിഞ്ഞും അങ്ങനെയുള്ള വക്രതയോടുകൂടി എന്തിനേയും കാണാൻ പാടില്ല. ഒരു ഇസ്തിഖാമത്ത് വേണം എന്നാണ്. ഇസ്തിഖാമത്തിനാണ് അഖാമ യുഖീമു, നേരായ മരത്തിലേക്ക്, വക്രതയില്ലാത്ത നേരെ ചൊവ്വയുള്ള മതത്തിലേക്ക് നിന്റെ മുഖത്തെ നീ നേർക്കുനേരെ നിർത്തുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു, ഒരു മറദ്ദില്ലാത്ത, മടക്കമിറ്റല്ലാത്ത ആ ദിവസം വരുന്നതിന് മുമ്പ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇസ്തിഖാമത്തിലേക്ക് വരണം. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ചെറിയ ഉപദേശം എന്നാൽ വലിയതും പറയണമെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാളാം. എന്ന് പറഞ്ഞാൽ മൂമിനാവ്. സുമ്മസ്തഖീം, പിന്നെ വക്രതയില്ലാതെ നേരെ ചൊവ്വെ നടക്കണം എന്ന്. അപ്പോൾ ആ നേരെ ചൊവ്വെ നടക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യമാണ്. നേരെ ചൊവ്വ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നേരെ ചൊവ്വയുള്ള നടത്തം. വക്രതയില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച പഠിച്ചവനെ അവനോട് തന്നെയാണ് ചോദിക്കുക. നമുക്ക് സ്വർഗം തരുന്ന പഠിച്ചവനോട് സ്വർഗം ചോദിക്കുക. നരകം തരുന്നതും പഠിച്ചവൻ തന്നെയാകൊണ്ട് നരകവും അവനോട് അതിൽ നിന്ന് രക്ഷ തേടുക. അതുപോലെ നമുക്ക് എല്ലാം തരുന്ന പഠിച്ചവനോട് നമ്മൾ ദുആ ചെയ്യുക. അതാണല്ലോ തൗഹീദ്. അതിൽ വേറെ കെട്ടിക്കൊടുക്കുകളൊന്നുമില്ല. ആ ദീനുൽ ഖയ്യീമാണ്, വക്രതയില്ലാത്ത മതം അതാണ്. അപ്പോൾ ആ നിലക്ക് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ, നേർക്കുനേരെ അള്ളാഹുവിങ്കലേക്ക് നടക്കുക. അതാ ഇസ്തിഖാമത്തിൻ്റെ ഒരുപാട് അർത്ഥമുണ്ട്. അൽ ഇസ്തിഖാമത്തു ഫി തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൽ ഇസ്തിഖാമത്ത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. തൗഹീദ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹു ഏകനാണ്. പക്ഷേ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്താനും പോകുമ്പോഴാണ് തെറ്റുന്നത്.
അള്ളാഹു ഏകനാണെന്നും പറഞ്ഞ് അള്ളാഹ്ക്ക് വഴിപാട് നടത്തുമ്പോൾ ഒരു കൊട്ടും കുരവിയും ആനും അമ്പാരിയുള്ള വഴിപാടില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ഉള്ള വഴിപാടുകളോ പ്രാർത്ഥനകളോ നേർച്ചകളോ നടത്തുമ്പോൾ അവിടെ പടച്ചോൻ പറയാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അവിടെ ഇസ്തിഖാമത്ത് വഴിതെറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് അൽ ഇസ്തിഖാമത്ത് ഫിൽ ഈമാൻ, ഈമാനിലുള്ള ഇസ്തിഖാമത്ത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ സിറാത്തുൽ മുസ്തഖീം. പിന്നെ അൽ ഇസ്തിഖാമത്തു ഫി താഅത്തി, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിലുള്ള ഇസ്തിഖാമത്ത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ലിദ്ദീൻ, ദീനിലേക്ക്, നിന്റെ ദീനിൽ ഖയ്യിം, വക്രതയില്ലാത്ത മതത്തിലേക്ക് മുഖം നേർക്കുനേരെ നിർത്തണം എന്ന് പറഞ്ഞാൽ ആ ഇസ്തിഖാമത്ത് ഈ താഴത്തിൽ അള്ളാഹ് എന്ത് പഠിപ്പിച്ചു തന്നു, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പഠിപ്പിച്ചു തന്നു? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പോൾ അതിൽ ചെറിയ കാര്യങ്ങളുണ്ട്, വലിയ കാര്യങ്ങളുണ്ട്. തക്ബീർ കെട്ടണം, അതുപോലെ സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം. അതിലൊക്കെ നബി അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ്? അത് സ്വഫുകൾ ശരിയാക്കണം, സ്വഫുകൾക്കിടയിൽ വടവുണ്ടാവാൻ പാടില്ല, രണ്ടാളുകളുടെ കാലും കാലും ചേർത്ത് വെക്കണം, അതല്ലെങ്കിൽ അത് വലിയ പിശാച്ച് കയറി വരും എന്നൊക്കെ നബി നമ്മളെ സൂചിപ്പിച്ചു. അതുപോലെ കൈ ഉയർത്തുന്നയിടത്ത്, കൈ താഴ്ത്തുന്നയിടത്ത്, കൈ കെട്ടുന്നയിടത്ത്, നമ്മൾ ചെല്ലുന്നയിടത്ത്, പറയുന്നയിടത്ത് അവിടുത്തെ ശ്രദ്ധ, ഖുശൂ, നല്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം. നബി കൈ വെച്ചോടുത്ത് നമ്മൾ കൈ വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ കെട്ടുമ്പോൾ കൈ വെച്ചോടുത്ത് നബി കൈ ഉയർത്തിയ പോലെ നമ്മൾ കൈ ഉയർത്തണം. റുക്കോയിലേക്ക് പോകുമ്പോൾ നബി കൈ ഉയർത്തിയിട്ടുണ്ട്, എന്നിട്ട് റുക്കോയ്ക്ക് പോയെന്നുള്ളൂ. റുക്കോയിൽ നിന്ന് ഉയർന്നിട്ട് നബി കൈ ഉയർത്തിയിട്ടുണ്ട്. ചെറിയ ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയർന്ന് റക്അത്തിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളാണ്, അതൊക്കെ ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. പക്ഷേ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണോ അത് നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൻ മാത്രം പോരാ. അതിൻ്റെ സുന്നത്തുകളിലും ഫറളിലും സുന്നത്ത് അനുഷ്ഠിച്ച് നബിയുടെ ചര്യ നോക്കിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കണം. അതാണ് അൽ ഇസ്തിഖാമത്തു ഫി താഅത്ത്. നോമ്പിൽ അങ്ങനെ തന്നെയാണ്. ഓരോ വിഷയത്തിലും ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അതിൻ്റേതായ നേരെ ചൊവ്വയുള്ള കാര്യത്തിൽ ഇസ്തിഖാമത്ത് നടത്തുക. അതുപോലെ തന്നെ അൽ ഇസ്തിഖാമത്തു ഹത്തൽ മൗത്ത്, മരണം വരെ ഇസ്തിഖാമത്തിൽ നിൽക്കുക. കുറച്ചു കാലമാണ്ട് ഇസ്തിഖാമത്തുണ്ടായി. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലെത്തുമ്പോൾ നല്ല നേരെ ചൊവ്വയുള്ള ജീവിതമാണ്. നമ്മളെ ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ വേറൊരു ഗ്രൂപ്പിൽ പോകുമ്പോൾ അവിടെ ഇസ്തിഖാമത്തില്ല, അവിടെ കളിയും തമാശയും പഠിച്ചവനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. മരണം വരെ ഇസ്തിഖാമത്ത് നിലനിർത്തുക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും. വാക്ക് പലപ്പോഴും സമൂഹത്തിൽ നമ്മളൊക്കെ തന്നെ ഇബാദത്തിൽ നല്ല ഇസ്തിഖാമത്തുണ്ട്, പക്ഷേ നമ്മുടെ വാക്കുകളിൽ ഇസ്തിഖാമത്തില്ല. ഇബാദത്തിൽ പള്ളിയിൽ വരുമ്പോഴും നമ്മൾ നോമ്പും സക്കാത്തും നിസ്കാരത്തിലും ഹജ്ജിലൊക്കെ വളരെ കൃത്യതയുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്നിടത്ത് വളരെ ക്രൂരമായിരിക്കും. ജനങ്ങളോടുള്ള സ്വഭാവത്തിൽ തീരെയും സത്യസന്ധത കാണിക്കുകയില്ല. അപ്പോൾ അൽ ഇസ്തിഖാമത്തു ഫിൽ ഖൗലി വൽ അമൽ, നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും. ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നല്ല ഇസ്തിഖാമത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരെ വെറുതെ ആക്ഷേപിച്ചും കുറ്റം പറഞ്ഞും അവനെപ്പറ്റി പരദൂഷണങ്ങളും അവൻ്റെ കൊള്ളരുതായ്മകളും മറ്റുള്ളവരെ എടുത്തു പറഞ്ഞുമൊക്കെ അമലുകളൊക്കെ കളയുന്നുണ്ട്. അതൊക്കെ ഇസ്തിഖാമത്തിന് വിരുദ്ധമാണ്. അൽ ഇസ്തിഖാമത്തു ഫിൽ ഖൗലി വൽ അമൽ. മറ്റൊന്ന്, പൊതുജീവനത്തിൽ നല്ല ഇസ്തിഖാമത്തുണ്ടാകും, രഹസ്യ ജീവിതത്തിൽ അത് കാണില്ല. അൽ ഇസ്തിഖാമത്തു ഫി സിർരി വൽ അലൻ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഇസ്തിഖാമത്തുണ്ടാകുക. അതുപോലെ ഇസ്തിഖാമത്തുൽ ലിസാൻ, നാവ്, സത്യസന്ധമായ ഒരു സംസാരം നമുക്കുണ്ടായിരിക്കുക. ഇസ്തിഖാമത്തുർ റൂഹ്, ആത്മീയമായ ഒരു ഇസ്തിഖാമത്തുണ്ടായിരിക്കുക. അതെല്ലാം അഖിം വജ്ഹക, നിന്റെ മുഖത്തെ നീ നേർക്കുനേരെ നിർത്തുക. ലിദ്ദീൻ, ഈ ദീനിലേക്ക്, അൽ ഖയ്യിം, വക്രതയില്ലാത്ത ഈ മതത്തിലേക്ക് നിന്റെ മുഖത്തെ നീ നേർക്കുനേരെ നിർത്തുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് ആ ദിവസം
തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും. പടച്ചോൻ തരുന്ന ആ ദിവസം തന്നെ മരണം, അതുകൊണ്ട് തിരിച്ചു വരൂല. അപ്പം മരണത്തിൻ്റെ മുമ്പ് ഇസ്തിഖാമത്തിലേക്ക് നമ്മൾ വരണം. അതാണ് യൗമ ഇതിൽ, ആ ഒരു ദിവസം യസ്സദ്ദഊൻ, അവർ വിഭജിക്കപ്പെടും, അല്ലെങ്കിൽ അവർ ഭിന്നിച്ചു പോകുന്നതാണ്. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് പോകും, ഒരു കൂട്ടർ നരകത്തിലേക്ക് പോകും. ഇസ്സദ്ദ എന്ന് പറഞ്ഞാൽ പൊളിയാണ്, രണ്ട് പൊളിയായിട്ട് പോകും. അത് ചിലപ്പോൾ ബാപ്പ അങ്ങോട്ടായിരിക്കും വലത്തോട്ട്, ഉമ്മ ഇടത്തോട്ടായിരിക്കും, മക്കൾ വലത്തോട്ടായിരിക്കും, ബാപ്പ ഇടത്തോട്ടായിരിക്കും. അതാ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആളുകൾ രണ്ട് പിളർപ്പായിട്ട്, ഇസ്സദ്ദ എന്ന് പറഞ്ഞാൽ അതാ പിളർന്നു പോകും ആളുകൾ. അവിടെ വാപ്പ മക്കൾ എന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടർ ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകളെന്നോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും പിളർന്ന് നേരെ ചൊവ്വ ഇസ്തിഖാമത്തോടു കൂടി ജീവിച്ചവർ രക്ഷപ്പെടും, അല്ലാത്തവർ പരാജയപ്പെടും എന്നതാണ്. മിൻ ഖബ്ലി അൻ യഅ്തിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. മറദ് എന്ന് പറഞ്ഞാൽ റദ്ദ്, റദ്ദ് ചെയ്യാറിന് മടക്കാണല്ലോ. ഒരു മടക്കമില്ലാത്ത, അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന മടക്കമില്ലാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് നീ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കണം. യൗമ ഇതിൽ, ആ ദിവസം, അന്ന് ആ ദിവസം വന്നു കഴിഞ്ഞാൽ യസ്സദ്ദഊൻ, അവർ രണ്ട് വിഭാഗങ്ങളായി തിരിയും. അതായത് ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ എന്നിട്ട് പറയാണ്. അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്, ഞാൻ അഥവാ ഒരാൾ ജീവിക്കണില്ല എന്ന് വെച്ചു, ഞാൻ ഈ പോണ്ട പോക്കേ പോവുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്താണ് അതിനുള്ള പരിഹാരം? അള്ളാഹ് പറയാണ്, മൻ കഫറ, ആരെങ്കിലും ഇപ്പറഞ്ഞതെല്ലാം നിഷേധിക്കുകയാണെങ്കിൽ ഫഅലൈഹി കുഫ്റുഹു, അവൻ്റെ നിഷേധത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ തന്നെയായിരിക്കും, വേറൊന്നുമില്ല. ആരെങ്കിലും ഈ പറഞ്ഞതിനെ നിഷേധിച്ച്, കാഫറാകാരനെ അതിനെ നിഷേധിച്ച് ജീവിച്ചാൽ അതിൻ്റെ അലൈഹി, അവൻ്റെ മേൽ തന്നെയാണ് അതിൻ്റെ ദുരന്തമുണ്ടാകുക. എന്നാലോ വമൻ അമില സാലിഹൻ, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ ഫലി അംഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങൾക്ക് വേണ്ടിയാണ് യംഹദൂൻ, അവർ തൊട്ടിലൊരുക്കുന്നത്, അവർ സജ്ജീകരണം നടത്തുന്നത്. മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ എന്ന അർത്ഥം. മഹദ് വയുകല്ലിമുന്നാസ ഫിൽ മഹദി, ഈസാ അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞത് മഹദിൽ, തൊട്ടിലിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുന്ന. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങളാകുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് വേണ്ടി തന്നെയാണ് തൊട്ടിലൊരുക്കുന്നത്. സൽക്കർമ്മങ്ങളാകുന്ന തൊട്ടിലിൽ, അല്ലെങ്കിൽ വിരിപ്പ്, മഹദിന് വിരിപ്പു എന്ന് അർത്ഥമുണ്ട്. അവരുടെ ശരീരങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ വിരിച്ചുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നാളെ പരലോകത്ത് സ്വർഗത്തിലുള്ള വിരിപ്പുകളാണ്. നമുക്ക് വേണ്ടി തന്നെയാണ് വിരിപ്പൊരുക്കുന്നത്, അല്ലെങ്കിൽ സജ്ജീകരിക്കുന്നത്, തൊട്ടിലൊരുക്കുന്നത് എന്നൊക്കെയാണ്. ഫലി അംഫുസിഹിം യംഹദൂൻ, അവർ തയ്യാറാക്കി വെക്കുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ സൽക്കർമ്മം ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹുവിന് ഒരു നേട്ടവുമില്ലല്ലോ. ഒരു കമ്പനിൻ്റെ മുതലാളിക്ക്, തൊഴിലാളികളെല്ലാവരും നല്ല പ്രവൃത്തി നടത്തിയാൽ മുതലാളിക്ക് നേട്ടമാണ്. തൊഴിലാളികളൊക്കെ കള്ളപ്പണി ചെയ്താൽ മുതലാളിക്ക് നഷ്ടമാണ്. അള്ളാഹിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും കാഫിറായാലും നിഷേധികളായി തോന്നിവാസികളായാലും അള്ളാഹ്ക്ക് ഒരു നഷ്ടവുമില്ല. നമ്മളെല്ലാവരും യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൽസക്കും വ ജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആൾ വരെയുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും, ഭൂമിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഖിയാമം വരെ ഉണ്ടാകുന്ന ജിന്നുകളും ഇൽസുകളും എല്ലാവരും ഏറ്റവും നല്ല ഭക്തന്മാരെ പോലെ ജീവിച്ചാലും എനിക്കൊരു മെച്ചവും കൂടുതലില്ല. അതിൻ്റെ നേരെ മറുവശം, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൽസക്കും വ ജിന്നക്കും, നിങ്ങളിലുള്ള ആദ്യത്തെ ആൾ മുതൽ അവസാനം വരെയുള്ള ആളുകളൊക്കെ, ഇൽസും ജിന്നും, കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ഏറ്റവും തോന്നിവാസികളെപ്പോലെ ജീവിച്ചാൽ മാ നഖസ ദാലിക ഫീ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ ഒരു കുറവും വരൂല. അപ്പോൾ അള്ളാഹ്ക്ക് ഒരു നഷ്ടവുമില്ല, ഒരു ലാഭവുമില്ല. നമ്മൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും
എന്നാലോ മൻ അമില സാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഫലി അംഫുസിഹിം യംഹദൂൻ, അവൻ സജ്ജീകരിക്കുന്നത് അവരുടെ സ്വന്തം നഫ്സുകൾക്ക് വേണ്ടി തന്നെയാണ്. ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി മിൻ ഫളലി, ലിയജ്സിയല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾക്കും വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, പ്രതിഫലം നൽകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തിമ ഫലം അവർക്ക് അല്ലാഹു ജസാ, പ്രതിഫലം നൽകലായിരിക്കും. മിൻ ഫളിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന്. ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഒരിക്കലും തന്നെ നിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അത് ആ വിഷയങ്ങൾ കഴിഞ്ഞു. തെറ്റ് വരാനുള്ള കാരണം, അതിൻ്റെ കാരണക്കാർ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അതൊന്ന് പഠിക്കാനുള്ള ആഹ്വാനം, അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹുവിന് മാത്രം കഴിയുന്ന സൂറത്തുൽ മുമ്പ് കഴിഞ്ഞു പോയ ആ റൂമിൽ തന്നെ 17 മുതൽ 27 വരെ കഴിഞ്ഞു പോയ കുറേ ആയത്തുകളുണ്ട്. ഒമിൻ ആയാത്തി, അവൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ച, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നത്, മനുഷ്യർക്ക് ഇടപെടാൻ ഒരു പഴുതുമില്ലാത്ത വസ്തുക്കൾ, അതിലേക്ക് വീണ്ടും കടക്കുകയാണ്. ومن آياته أن يرسل الرياح مبشرات وليذيقكم من رحمته. ومن آياته, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ യുർസില റിയാഹ, റിയഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്, റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റുകൾ, അതായത് ഇളങ്കാറ്റുകളുണ്ട്, ശക്തിയുള്ള കാറ്റുണ്ട്, തണുപ്പുള്ള കൊടുന്തണുപ്പുള്ള കാറ്റ്, ചൂടുള്ള ഉഷ്ണ കാറ്റുകൾ, അതാണ് പല തരത്തിലുള്ള കാറ്റുകളെയും അയക്കുന്നു എന്നത് അവൻ്റെ ദൃഷ്ടാന്തമാണ്. അത് അവന് മാത്രം കഴിയുന്ന കാര്യമാണ്. കാറ്റുകളുടെ ഗതിവിഗതികൾ, കാറ്റുകളുടെ ശൈത്യ ഉഷ്ണശൈത്യ മാറ്റങ്ങൾ, കാറ്റുകളുടെ ദുർബലതയും അതിൻ്റെ ശക്തിയും, കൊടുങ്കാറ്റുകളും അതുപോലെ സാധാ കാറ്റുകളും ചുഴലിക്കാറ്റുകളും, ഇതൊക്കെ പഠിച്ചവൻ മാത്രം തീരുമാനിക്കുന്നതാണ്. പിന്നെ ആയാത്തിഹി അയ്യുർസില റിയാഹ മുബശ്ശിറാത്തിൻ, ഇവിടെ നല്ല കാറ്റാണ്. മുബശ്ശിറാത്തിൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകൾ അയക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അവരുടെ കൃഷിയിടങ്ങൾക്ക് മഴ കിട്ടാൻ പോകുന്നു എന്നറിയിച്ചുകൊണ്ടുള്ള കുളിർക്കാറ്റുകളെ അള്ളാഹു തആല അയക്കുന്നു. മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകൾ. അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞല്ലോ, മുബശ്ശിരീന വ മുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന നബിമാരും താക്കീത് നൽകുന്ന നബിമാരും. ഇവിടെ കാറ്റിനെയാണ് മുബശ്ശിറാത്ത്. ചില കാറ്റടിക്കുമ്പോൾ ഇപ്പം നല്ല മഴ പെയ്യുമെന്ന് നമുക്ക് തോന്നും, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് മാത്രമല്ല, വലിയുദീഖക്കും മിൻ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന മഴ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങളെ അനുഭവിപ്പിക്കുവാൻ വേണ്ടിയും. ആ കാരുണ്യം എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ശേഷം വരുന്ന കാരുണ്യം മഴയാണ്. അതുപോലെ കാറ്റിൻ്റെ ശേഷം വരുന്ന മറ്റൊരു കാരുണ്യം കൃഷികളൊക്കെ മടിപ്പിടിക്കുന്ന പരാഗണമാണ്. അതൊക്കെ കാറ്റിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയുദീഖക്കും മിൻ റഹ്മത്തിഹി, അവൻ്റെ റഹ്മത്ത് നിങ്ങളെ അനുഭവിപ്പിക്കാനും ആസ്വദിപ്പിക്കുവാനുമാണ് ആ കാറ്റുകൾ. ഒലി തജ്രിയൽ ഫുൽക്കു, കപ്പലുകൾ സഞ്ചരിക്കുവാനും, ബി അംരിഹി, അവൻ്റെ കൽപ്പന പ്രകാരം. അപ്പോൾ പഠിച്ചവനാണ് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് കപ്പലുകൾക്ക് സഞ്ചാര വേഗത നൽകുന്നവൻ. പഴയ കാലത്തെ കപ്പലുകളുടെ കാര്യമാണ് പറയുന്നത്. ഒലി തബ്തഗു, അങ്ങനെ ആ കപ്പൽ സഞ്ചരിപ്പിച്ച്, ഒലി തബ്തഗു മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിപ്പിടിക്കാനും. ആ കപ്പലിൽ കൂടിയുള്ള സഞ്ചാരം കൊണ്ടാണ് അവർ ഇന്ത്യയിലെത്തിയത്, കേരളത്തിലെത്തിയത്, ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തി. അവർക്ക് ആവശ്യമായ ഭൂവിഭവങ്ങളും മറ്റും അവർ കൊണ്ടുപോയി. അവിടെയൊക്കെ അവരുടെ ദീന് പ്രചരിപ്പിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അവരുടെ തബ്തഗൂ മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഫളില് തേടിക്കൊണ്ട് സന്തോഷ കച്ചവടാവശ്യാർത്ഥം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാറ്റിൻ്റെ ഗതി അനുസരിച്ച് അവരെ സഞ്ചരിപ്പിച്ചതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതായത് അവരുടെ
നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു മാത്രം നൽകിയ അനുഗ്രഹങ്ങൾ അവർക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ്. കച്ചവടാവശ്യാർത്ഥം അറബികൾ വളരെ വളരെ പുരാതന കാലം മുതൽ തന്നെ മറ്റു നാടുകളിലേക്ക് പായക്കപ്പലുകളിൽ കൂടി പോയിരുന്നു. ആ കപ്പലുകളെ കാറ്റ് ആണ് നിയന്ത്രിച്ചിരുന്നത്, കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ്. എന്നിട്ടും അവരവിടെ എത്തി അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന ഫളില് പല നാട്ടിൽ നിന്നും മരങ്ങളായിട്ടും മറ്റു ജൈവ വസ്തുക്കളായിട്ടും ധാന്യങ്ങളായിട്ടുമൊക്കെ അവർ അള്ളാഹുവിൻ്റെ ഫളില് അവർ പിടിച്ചു കൊണ്ടുവന്നല്ലോ. അതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ മുത്തുവാരാനൊക്കെ അറബികൾ പഴയ കാലം മുതൽ തന്നെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് കപ്പലിൽ കൂടി മുത്തുകളുള്ള സ്ഥലം കണ്ടെത്തി അവിടുന്ന് മുത്തുവാരാൻ പോയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അതൊക്കെ ആയിരിക്കും ഈ പറഞ്ഞത്. ഒലി തജ്രിയൽ ഫുൽക്കു ബി അംരിഹി, അവൻ്റെ കൽപ്പനപ്രകാരം കപ്പലുകൾ സഞ്ചരിക്കാൻ, സഫീനത്തിനാണ് ഫുൽക്ക് എന്ന് പറയാം, സഞ്ചരിക്കുവാൻ വേണ്ടിയും ഒലി തബ്തഗൂ മിൻ ഫളിഹി, അവൻ്റെ ഫളില് നിങ്ങൾ തേടിപ്പിടിക്കാൻ വേണ്ടിയും. ഇബ്തഗി എന്ന് പറഞ്ഞാൽ തേടിപ്പിടിച്ചു എന്നാണ്. വലഅല്ലക്കും തഷ്കുറൂൻ, എന്നിട്ട് അള്ളാഹു നൽകിയ ഫളിന് നന്ദി ചെയ്യാൻ വേണ്ടിയും. അപ്പോൾ ഫളില് അള്ളാഹ് നൽകിയാൽ അതിന് നന്ദി കൂടി നമ്മൾ കാണിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അള്ളാഹു തആല ഈ ജാതി നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകിയത്. ഇനി വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസുലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാതി ഫൽതഖംനാ മിനല്ലദീന അജ്റമൂ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വലഖദ് അർസൽനാ, നാം തീർച്ചയായും അയച്ചിട്ടുണ്ടായിരുന്നു, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്, റുസുലൻ, ഒരുപാട് ദൂതന്മാരെ, ഇലാ ഖൗമിഹിം, അവരുടെ ജനങ്ങളിലേക്ക്. എന്നിട്ടോ ഫജാഊഹും, അവർ ആ സമൂഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്നു, ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകളും കൊണ്ട്, ഫൽതഖംനാ, അങ്ങനെ നാം പ്രതികാരം ചെയ്തു, മിനല്ലദീന അജ്റമു, കുറ്റവാളികളിൽ നിന്ന്. അജ്റമ എന്ന് പറഞ്ഞാൽ ജുർമ്, ജരീമത്ത്, മുജ്രിമ്, കുറ്റം ചെയ്തവൻ, കുറ്റം ചെയ്ത ആളുകളിൽ നിന്ന് പ്രതികാരം വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്ന വചനമാണിത്. അതായത് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളിലേക്കും മുർസലുകളിലേക്കും നാം ദൂതന്മാരെ അയച്ച് അവരെ മുർസലുകളാക്കി. എന്നിട്ടോ അവരുടെ സമൂഹത്തിലേക്ക് ചെന്നിട്ട് ബയ്യിനാത്തുകളുമായി, വ്യക്തമായ തെളിവുകളുമായി അവർ ചെന്നു. കുറേ ആളുകൾ അവിശ്വസിച്ചു. അവരോട് നാം പ്രതികാരം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹ് സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ്. ബാധ്യത എന്ന് പറയുമ്പോൾ മറ്റൊരാളോടുള്ള ബാധ്യതയാണല്ലോ. അള്ളാഹ്ക്ക് ആരോടും ബാധ്യതയില്ല. വകാന ഹഖ്ഖൻ അലൈനാ, നമ്മുടെ മേൽ നാം തന്നെ ഏൽപ്പിച്ച ഒരു ഹക്ക്, ഒരു കടമയാണ് നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത്. അപ്പം നബിക്ക് കൊടുക്കുന്ന സമാധാനമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഈ കാറ്റും കോളും ആ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പല ആഹാര പദാർത്ഥങ്ങളും ജീവിത വിഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ഉണ്ടായിട്ടും വലിയ വിശ്വസിക്കണില്ല. അപ്പം ലഭിക്കുന്ന ഒരു നിരാശയും ഇതിലുള്ള സങ്കടവും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പേടിക്കണ്ട, ഇതിൻ്റെ മുമ്പും മുർസലുകളെ അയച്ചിട്ടുണ്ട്, അവരിൽ ജനങ്ങളെ തെളിവുകളുമായി. അത് സ്വീകരിക്കാത്തവരോട് നമ്മൾ പ്രതികാരം, ഇൽത്തിഖാം എന്ന് പറഞ്ഞ പ്രതികാരം ചോദിച്ചിട്ടുണ്ട്. ഫന്തഖംനാ മിനല്ലദീന അജ്റമൂ, ജരീമത്ത് ചെയ്ത മുജ്രിമീങ്ങളിൽ നിന്ന്, കുറ്റം ചെയ്തവരിൽ നിന്ന് നാം പ്രതികാരം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സമൂഹവും തെറ്റിൽ മുഴുകിയാൽ പ്രതികാരം ചെയ്യും. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നാം ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നബിക്കൊരു സമാധാനമായി. അവിശ്വസിക്കുകയാണ്, വിശ്വസിക്കണമെങ്കിൽ വലിയ പൊയ്ക്കോട്ടെ, പഠിച്ചോ എന്തെങ്കിലും ഒരു സഹായം തരും എന്ന് വാക്ക് കൊടുത്തല്ലോ, അതാണ്. എന്നിട്ട് ആ അള്ളാഹുവിൻ്റെ കഴിവ് വീണ്ടും പറയാണ്.
അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ ഫതുസീറു സഹാബ. അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ, അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നവൻ. വീണ്ടും പ്രകൃതി ആ, വിഭവങ്ങളിലായ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് തന്നെ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഇത് അള്ളാഹ്ക്ക് ഇതിനൊക്കെ കഴിയും എന്നർത്ഥം. അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നവൻ. ആ കാറ്റിനെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം. അവരെ കടലിൽ പോകണമെങ്കിൽ അവർക്ക് കാറ്റ് വേണം, അവരുടെ പഴങ്ങൾ പഴുക്കണമെങ്കിൽ അവർക്ക് കാറ്റ് വേണം, അവർക്ക് മഴ കിട്ടണമെങ്കിൽ കാറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കാറ്റും പ്രകൃതിയുടെ സഹായത്തോടുകൂടി ജീവിക്കുക, അള്ളാഹിൻ്റെ സഹായത്തോടുകൂടി പ്രകൃതിയുടെ അനുകൂലാവസ്ഥയോടുകൂടി ജീവിക്കുന്നവരെ അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? അല്ലാഹുല്ലദീ യുർസിലു റിയാഹ, അള്ളാഹുവാണ് കാറ്റുകളെ അയക്കുന്നവൻ. ഫതുസീറു, അത് എന്നിട്ട് ഇളക്കിവിടും സഹാബൻ, മേഘങ്ങളെ. കാറ്റ് വരുമ്പോൾ മേഘങ്ങളെ, അസാറ യുസീറു എന്ന് പറഞ്ഞാൽ മേഘം ഉറച്ചു നിൽക്കുന്നിടത്ത് നിന്ന് ഇളക്കി അതിനെ പറത്തി കൊണ്ടുപോകും. ഫയബ്സുത്തുഹു ഫിസ്സമാഇ, എന്നിട്ട് ഭൂമിയിൽ അതിനെ അല്ലാഹു തആല വ്യാപിപ്പിക്കും. ബസത്ത എന്ന് പറഞ്ഞാൽ വിരിച്ചു എന്ന്, ബിസാത്ത് വിരിപ്പ്. യബ്സുത്തുഹു ഫയബ്സുത്തു ഫിസ്സമായി, ആകാശത്ത്. ഫയബ്സുത്തുഹു ഫിസ്സമായി, ആകാശത്ത് മുകളിൽ അല്ലാഹു തആല കാറ്റുകൊണ്ട്, കാറ്റിനെ അയച്ചിട്ട് മേഘങ്ങളെ, സഹാബ് നസീനാണ്. അപ്പോൾ ആ മേഘത്തെ അല്ലാഹു തആല കാറ്റുകൊണ്ട് ആകാശത്ത് വിരിക്കും. ഫയബ്സുത്തുഹു ഫിസ്സമായി, അല്ലെങ്കിൽ അവിടെ പരത്തിക്കളയും ആകാശത്ത്. എന്നിട്ടോ കൈഫ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ. പഠിച്ചവനൊരു തീരുമാനം ഉണ്ടാവും, അതിനനുസരിച്ച്. ഫതുസീറു സഹാബൻ ഫയബ്സുത്തുഹു ഫിസ്സമായി, അല്ലാഹു തആല ആകാശത്ത് അതിനങ്ങോട്ട് പരത്തും മേഘത്തെ. സാധാരണ നമ്മൾ കാണേണ്ടത് തന്നെ. കൈഫ യശാഉ, അവൻ ഉദ്ദേശിച്ച പോലെ. വയജഅലുഹു കിസഫൻ, ചിലയിടത്ത് അതിനെ കട്ടിയാക്കും. കിസഫ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം, ഒരു മേഘത്തിൻ്റെ വലിയൊരു കട്ടിയുള്ള കഷ്ണം പോലെ കിസഫാക്കുകയും ചെയ്യും. ചിലയിടത്ത് മേഘങ്ങളെ അല്ലാഹു തആല പലയിടത്തായിട്ട് വിന്യസിച്ച് പരത്തും. ഫതറൽ വദ്ഖ, അങ്ങനെ നിനക്ക് ഒതുക്ക് കാണാം. ഒതുക്ക് എന്ന് പറഞ്ഞാൽ ചാറിയ മഴക്കാണ് ഒതുക്ക് എന്ന് പറയാം. ഒതുക്ക്, വെള്ളം അതിശക്തമായി കുത്തിച്ചൊരിയുന്ന മഴയ്ക്ക് ആ പേരില്ല. ഒതുക്ക് എന്ന് പറഞ്ഞാൽ ചാറിയ മഴ. കുത്തിച്ചൊരിഞ്ഞാൽ അപകടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചാറൽ മഴകൾ, ഒതുക്കിനെ നിനക്ക് കാണാം, ചാറൽ മഴകൾ. യഖ്റുജു മിൻ ഖിലാലിഹി, ആ മേഘത്തിൻ്റെ ഇടകളിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വരുന്നു. ഫൈദ അസാബ ബിഹി, ഖിലാൽ എന്ന് പറഞ്ഞാൽ ഇട. അപ്പോൾ മേഘത്തിൻ്റെ ഇടയിൽ നിന്ന് മഴ, മേഘങ്ങളുടെ ഇടയിൽ നിന്ന് മഴ പുറത്തേക്ക് വരുന്നു. ഫൈദ അസാബ ബിഹി മൻ യശാഉ, ആ മഴ ബാധിച്ചാൽ, മഴ കൊണ്ടാൽ, ആ മഴ കൊണ്ട് മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾക്കും ജനങ്ങൾക്കും, മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് ആ മഴ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടിയാൽ എന്നാണ്. മഴ കൊണ്ടു എന്ന് പറഞ്ഞാൽ മഴ കിട്ടുകയാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മഴ കിട്ടിയാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മഴ കിട്ടണില്ല. തലയുടെ മുകളിൽ മേഘമുണ്ടെങ്കിലും പലയിടത്തും അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മഴ കൊടുക്കുന്നു, കിട്ടിയവന് സന്തോഷിക്കുന്നു. വഇൻകാനു, തീർച്ചയായും അവർ ആയിരുന്നു. ഇൻ എന്നതുകൊണ്ട് അവിടെ ആ അർത്ഥമാണ്. അവർ തീർച്ചയായും മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം, ഈ മഴ അവരുടെ മേൽ ഇറക്കപ്പെടുന്നതിന് മുമ്പ് അവർ ലമുബ്ലിസീൻ, നിരാശരായിരുന്നു. അപ്പം നിരാശരായി, വെള്ളമില്ലാതെ വരൾച്ച ബാധിച്ച് മുബ്ലിസീങ്ങളായിട്ട്, യാഇസ്, ഖാനിത്ത്, മുബ്ലിസ്, ആശയറ്റവരായി ജീവിക്കുന്ന ആളുകൾ, മഴ കിട്ടുന്നതിന് മുമ്പ് ആശയറ്റ് ജീവിച്ചിരുന്ന, നിരാശരായി ജീവിച്ചിരുന്നവരായിരുന്നുവല്ലോ അവരതാ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ പുഞ്ചിരിക്കുന്നു അവർക്ക് മഴ കിട്ടുമ്പോൾ. നമ്മൾ നശിച്ചുപോയില്ലേ?
അതിൻ്റെ പ്രത്യേകത അല്ലേ. അത്ര ദൂരത്തു നിന്ന് വെള്ളം നമ്മൾ ശരീരത്തേക്ക് വീഴ്ത്തിയാൽ നമുക്ക് വേദനയും പ്രയാസം ഉണ്ടാവും. പഠിച്ചോന്നെ ഒതുക്ക് എന്ന് പറയുന്ന അർത്ഥം മുഫസ്സിറുകൾ പറയുന്നത് അതിൻ്റെ ചിന്നിച്ചിതറിയിട്ടാണ് മഴ കിട്ടുന്നത്. വെള്ളം ഒന്നിച്ചാണ്ട് മേഘത്തിൻ്റെ ഉള്ളിൽ, മേഘത്തിൽ മഴ, വെള്ളത്തിൻ്റെ ഒരു കൂമ്പാരമാണല്ലോ, വലിയ ടാങ്ക് ആണല്ലോ മേഘം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നിച്ച് വെള്ളം വരികയാണെങ്കിൽ നമുക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അതിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ ഉറ്റുറ്റുകളായിട്ട് തുള്ളികളായിട്ട്, അതാണ് പിന്നെ ഖത്റൻ ഫത്തറൽ ഒതുക്ക യഖ്റുജു മിൻ ഖിലാലിഹി എന്ന് പറഞ്ഞാൽ നുഖത്തൻ സിഗാറൻ മുത്തഫരിഖത്ത് എന്നാണ്. വേർതിരിഞ്ഞ ചെറിയ ചെറിയ തുള്ളികളായിട്ട് മഴ ഇങ്ങനെ വന്നു. ലാ തൻസിലു ജമീഅൻ, ഒന്നിച്ചു മഴ പെയ്യുന്നില്ല. അങ്ങനെയാണ് നിനക്ക് കാണുന്നത്. ഇപ്പം തഫ്സുദ് മാ തത്വലി, ഒന്നിച്ച് പെയ്താൽ ഒന്നിച്ചത് ഫസാദാവും. ഇനി നമ്മൾ തന്നെ അത്ര മുകളിൽ നിന്ന് ഒരു വെള്ളം ജനങ്ങളുടെ നേരെ ഒഴിച്ചാൽ നമുക്ക് തന്നെ വേദനയാണ്. പക്ഷേ എത്രയോ മുകളിൽ നിന്ന് മഴ വരുമ്പോൾ നമുക്ക് ആ മഴ കൊള്ളുന്നതിനൊരു തടസ്സമോ നമ്മുടെ ഭൂമിയിൽ തകർച്ചയോ വരുന്നില്ല. അതൊക്കെയാണ് അള്ളാഹുവോടെ ഉദ്ദേശിച്ചത്. അതായിരിക്കാം യുനസൽ അലിഹില്ല മുബിലിസീൻ. അപ്പം നിരാശരായിരിക്കുന്ന മനുഷ്യന്മാർ സന്തോഷിക്കുന്നു എന്നിട്ട് അല്ല പറയാം അബലസ യുബലിസോ. അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇബിലീസ് എന്നുള്ളത്. അബലസ യുബലിസു എന്നുള്ള നിന്നാണ് വരുന്നത്. ഇബിലീസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടന്ന അവസാനം നിരാശനായി മനുഷ്യന്മാരെ ആദം നബിനെ പേപ്പിച്ചതിൻ്റെ പേരിൽ നിരാശനായി പോന്നതാണല്ലോ. അതിനാണ് ഇബിലീസ്. ഇബിലീസിന് അബലസ എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, മനുഷ്യനെ വഴിതെറ്റിക്കുക, മനുഷ്യന് കൺഫ്യൂഷനാക്കുക, നിരാശനാക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഏതായാലും ഒരു കുരുത്തക്കേട് ഉണ്ടാക്കേണ്ട സാധനം തന്നെയാണ് അബലസ എന്നുള്ള പദം. ഇനി അതുകൊണ്ട് നീ നോക്ക്. അപ്പം നമുക്കൊക്കെ കാണാൻ പറ്റുന്ന ഈ കാര്യങ്ങൾ അല്ല ഈ പറയുന്ന വലിയ വലിയ നമ്മൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന ഗവേഷണങ്ങളൊന്നുമല്ല. അള്ളാഹുവിൻ്റെ വചനം എന്ന് പറയുന്നത് എല്ലാ ബുദ്ധിയുള്ള എല്ലാവർക്കും, ഒരു ബുദ്ധിയില്ലാതെ സാദാസീതരായ മനുഷ്യന്മാർക്കും കാണാൻ പറ്റുന്നതാണ്. മേഘത്തിൻ്റെ കട്ടിയുള്ള മേഘം, അത് കാറ്റ് വന്നിട്ട് ഇങ്ങനെ പലയിടത്തും വ്യാപിക്കുന്നു. എന്നിട്ട് പടച്ചോൻ ഉദ്ദേശിച്ചിടത്ത് മഴ പെയ്യുന്നു. അതെല്ലാം ഒന്നിച്ചല്ല, ചാറലായിട്ട് ഉറ്റുറ്റായി പെയ്തിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഉപകാരം ലഭിക്കുന്നു. ധാരാളമായി വെള്ളം ലഭിക്കുന്നു. ആ മഴ പെയ്ത വെള്ളം മുകളിൽ നിന്ന് പെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഭൂമിയിലെത്തി അത് ഒലിച്ചു പോകുമ്പോൾ അതിൽ വലിയ ശക്തിയും അതുകൊണ്ട് അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഫല്ലുർ, നീ നോക്കുക, ഇല ആസാരി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളങ്ങളിലേക്ക്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ഇവിടെ മഴയാണ്. മഴയാകുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളം. അതെന്താ അടയാളം? കൈഫത്തു യുഹയിൽ അറുള്ള, എങ്ങനെയാണ് അവൻ ഭൂമിയെ ജീവിപ്പിക്കുന്നത്. ബഅദ മൗതിഹ, അത് നിർജീവമായതിൻ്റെ ശേഷം. ഭൂമി നിർജീവമായി മൗത്താകുക എന്ന് പറഞ്ഞാൽ അതാ. മാത്ത എന്ന് പറഞ്ഞാൽ ജീവനില്ലാതെയായത്. അപ്പോൾ ഭൂമിക്ക് നിർജീവാവസ്ഥ വന്നതിൻ്റെ ശേഷം എങ്ങനെയാണ് അള്ളാഹിൻ്റെ റഹ്മത്തിറങ്ങിയിട്ട് അള്ളാഹു തആല ഭൂമിയെ ജീവിപ്പിക്കുന്നത് എന്ന് നോക്ക്. ഇതൊക്കെ പറയേണ്ടത് എന്തിനാ? ഇന്നദാലിക ലമുഹ്യിൽ മൗത, ആ അള്ളാഹു തന്നെയാണ് മരിച്ചവരെയും ജീവിപ്പിക്കുന്നവൻ. അപ്പം നമ്മളൊക്കെ മരിച്ചാൽ ഇദാ കുന്നാ തുറാബൻ വഇളാമൻ, നിങ്ങൾ മണ്ണും എല്ലുമായി കഴിഞ്ഞാൽ അയ്നാ ലമബഊസൂൻ, നമ്മൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ച മനുഷ്യന്മാർ ഒന്നുകിൽ അവർ തൊള്ളോണ്ട് ചോദിക്കും, അല്ലെങ്കിൽ അവരെ പ്രവൃത്തി കണ്ടാൽ ഇനിയൊന്ന് മരിച്ചു പോയിട്ട് മണ്ണായിപ്പോയിട്ട് രണ്ടാം പ്രാവശ്യം ജീവിപ്പിച്ച് വരും എന്ന തോന്നലില്ലാതെ ജീവിക്കുന്ന ആളിനോടാ പറയുന്നത് മഴ കാണുന്നില്ലേ, മേഘം കാണുന്നില്ലേ, കാറ്റതിനെ ആകാശത്ത് പരത്തുന്നത് കാണുന്നില്ലേ, എന്നിട്ട് മയശാറിൽ കാണുന്നില്ലേ. ഇതൊക്കെ ഫല്ലുർ ഇല ആസാരി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളങ്ങളിലേക്ക് നീ നോക്കുക. കൈഫ യുഹ്യിൽ അർള, എങ്ങനെയാണ് അവൻ ഭൂമിയെ ജീവിപ്പിക്കുന്നതെന്ന്, ഹയാത്താക്കുന്നത്. ബഅദ മൗതിഹ, അത് നിർജീവമായതിൻ്റെ ശേഷം. ആ അവൻ ഇല്ലദാലിക, തീർച്ചയായും അവൻ തന്നെ ലമുഹ്യിൽ മൗത, മരിച്ചവനെയും ജീവിപ്പിക്കും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അപ്പോൾ
പരലോക ജീവിതവും പുനരുദ്ധാനവും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് കാറ്റ്, മഴ, മേഘങ്ങൾ, അതിൽ നിന്നുള്ള വെള്ളം, എന്നിട്ട് ചെടികളൊക്കെ മുളച്ചു വന്ന് പുനർജീവൻ നൽകുന്നു ഭൂമി. അതുപോലെ മനുഷ്യരും പുനർജീവിപ്പിക്കപ്പെടും എന്ന് പരലോകത്തിലേക്കാണ് കൊണ്ടുപോയി വെച്ചത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.